നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കൃത്യമായ ഭൂചലനം ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്ന വാർത്തകൾ പുറത്തുവരികയാണ്. ഹിമാചൽ പ്രദേശിലെ ചമ്പയിൽ തുടർച്ചയായ ഭൂചലനം പുലർച്ചെ 3:27 ഉണ്ടായത്. റിക്ടർ സ്കെയിലിൽ 3.3 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് അനുഭവപ്പെട്ടത്. ഒരു മണിക്കൂറിന് ശേഷം 4.39 വീണ്ടും ഭൂകമ്പം ഉണ്ടായതായാണ് റിപ്പോർട്ട്. രണ്ടാമത്തെ ഭൂകമ്പം റിക്ടർ സ്കെയിലിൽ 4 തീവ്രത രേഖപ്പെടുത്തിയതാണ്. ആദ്യത്തെ ഭൂകമ്പം 20 കിലോമീറ്ററും രണ്ടാമത്തേത് 10 കിലോമീറ്ററും വ്യാപ്തി ഉള്ളതായിരുന്നുവെന്ന് അധികൃതർ സൂചിപ്പിച്ചു. ഹിമാചൽ പ്രദേശിലെ കുളുവിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ മേഘവിസ്ഫോടനത്തിൽ വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ഹനുമാനി ബാഗ് പാലം ഒലിച്ചുപോയി. നിരവധി റോഡുകൾ തകർന്നു. നിരവധി വീടുകളും കടകളും ഒരു ശ്മശാനവും മിന്നൽ പ്രളയത്തിൽ തകർന്നു. മുംബൈയിലും സ്കൂളുകളും കോളേജുകൾക്കും ബുധനാഴ്ച മഴ കാരണം അവധിയാണ് എന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്ത വ്യാജമാണെന്ന് ബിഹേൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ അറിയിച്ചിട്ടുണ്ട്. തങ്ങളുടെ ഔദ്യോഗിക സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലൂടെയാണ് BMC ഇക്കാര്യം അറിയിച്ചത്. സാമൂഹിക മാധ്യമങ്ങളിലും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും പ്രചരിച്ച വ്യാജ സന്ദേശം BMC പ്രത്യേകം എടുത്തു പറഞ്ഞു. ഇതൊരു വ്യാജ സന്ദേശമാണ്. BMC തങ്ങളുടെ ഔദ്യോഗിക സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമുകളിലൂടെ ഇത്തരത്തിലുള്ള ഒരു വിവരവും പുറത്തുവിട്ടിട്ടില്ല എന്ന് BMC Xൽ പോസ്റ്റ് ചെയ്തു. ഇതിൽ കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചതിനാൽ ഓഗസ്റ്റ് 20 മുംബൈ നഗരത്തിലും പ്രാന്തപ്രദേശങ്ങളിലും എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണെന്ന് വ്യാജ സന്ദേശത്തിൽ പറഞ്ഞു. എന്നാൽ യഥാർത്ഥത്തിൽ ഓഗസ്റ്റ് 20 മുംബൈ, താനെ, പാൽഘർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് മാത്രമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ചില സ്ഥലങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും BMC വ്യക്തമാക്കി. സമീപ ജില്ലയായ റയാഡിൽ മാത്രമാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളതെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു.